ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിനെ വരാനിരിക്കുന്നൊരു കിടിലനൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേകാണെങ്കിലോ നമ്മുടെ വർഷയോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആർച്ചക്കുട്ടിക്കും അതുപോലെ വിവേകിന് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് ജോലിക്ക് പോകുമ്പോഴൊക്കെ വിവേക് മോളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ആ കെയറിങ്ങും എല്ലാം കാണുമ്പോൾ വർഷയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ വിവേകിന് ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വസുന്ധര ആൻറ്റിയും അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതം മൂടി. ആൻറ്റി സമ്മതിച്ചാൽ എന്തായാലും ഉറപ്പായിട്ടും ഞാൻ കല്യാണത്തിന് സമ്മതിക്കും എന്നുള്ളത് വിവേകിനോട് ആദ്യമേ നമ്മുടെ വർഷ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റി ഇപ്പോൾ ഏകദേശം സമ്മതിച്ച പോലെയാണ്. മോളെ ഇവിടെ നോക്കാമെന്നും അതുപോലെ തന്നെ തനിക്ക് ജോലിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻഗേജ്മെൻറ്റ് എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ ആൻറ്റി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇനി തൻ്റെ ഇഷ്ടം പരിപൂർണമായിട്ട് വിവേകിനോട് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇന്ന് വരെ തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇന്നത് തുറന്ന് പറയണം. അതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ വർഷം നിൽക്കുന്നത്. അങ്ങനെ രാത്രി വിവേക് കുഞ്ഞിനെയായിട്ട് ഇങ്ങനെ ഉറക്കമൊക്കെ കാണുമ്പോൾ വർഷം മാറി നിന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ട്. എത്ര നന്നായിട്ടാണ് മോളെ നോക്കുന്നത്. അപ്പോൾ എന്നോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഇതിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കാമല്ലോ എന്ന രീതിയിലാണ് കേട്ടോ വർഷ ചിന്തിക്കുന്നത് കേട്ടോ. നാളെ നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ എന്ന രീതിയിലൊക്കെ വർഷ വിവേകിനോട് ചോദിക്കുന്നുണ്ട്. അതെന്താ, നാളെ പ്രത്യേകത വല്ലതും ഉണ്ടോ? ഈ പ്രത്യേകതയൊന്നുമില്ല, എന്നാലും പോവാം, ഒന്ന് നമുക്ക് തൊഴുതിട്ട് വരാം. എനിക്ക് വിവേകിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ആ സമയം തന്നെയാണ് പിന്നീട് നമ്മുടെ ശ്രീനാഥ് ആണെങ്കിലോ നമ്മുടെ അബിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് വർഷയെ എനിക്ക് കാണണം, കണ്ടേ പറ്റുള്ളൂ, കണ്ടിട്ട് അവളോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ അഭിയാണെങ്കിൽ ഇവർ രണ്ടുപേരും അമ്പലത്തിൽ പോവുകയാണല്ലോ. ആ സമയത്ത് ശ്രീനാഥിനെയും കൂടി അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്നേഹമൊക്കെ കാണാൻ പറ്റും. അതായത് ഇവർ സ്നേഹിക്കുന്നതൊക്കെ അയാൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ അവർ ഇഷ്ടപ്പെടുന്നത് കാണുമ്പോഴത്തേനും ശ്രീനാഥ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു ബുദ്ധി തോന്നുകയാണ് നമ്മുടെ അബിക്ക്. അതിനുശേഷം തന്നെ ശ്രീയോട് പറയുന്നുണ്ട്, നാളെ എന്തായാലും വർഷയെ ശ്രീക്ക് നേരിട്ട് കാണാൻ സാധിക്കും. കാരണം വിവേകും വർഷയും കൂടെ നാളെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് പിറ്റേ ദിവസം അമ്പലത്തിൽ തന്നെയാണ് കാണിക്കുന്നത്. വിവേകും അതുപോലെ തന്നെ വർഷയും കൂടിയും പ്രാർത്ഥിച്ചിട്ടൊക്കെ വരികയാണ് ചെയ്യുന്നത്. ആ സമയം തന്നെ അവിടെ ശ്രീയും വരുന്നുണ്ട്. അതിനുശേഷം തന്നെ പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം തന്നെ വിവേകിനോട് തൻ്റെ മനസ്സിൽ ആ പ്രണയം ഉണ്ടല്ലോ അത് തുറന്ന് പറയാണ്. ഇനി മടിച്ചു നിന്നിട്ട് കാര്യമല്ല, വിവേക് എന്നെ എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് എനിക്കറിയാം, അതുപോലെ ആർച്ച മോളെയും. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും വിവേകിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. വിവേക് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതിൻ്റെ 100 ഇരട്ടിയായിട്ട് വിവേകിനെ ഞാൻ സ്നേഹിക്കുന്നെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന വിവേക് ആകെ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല വർഷയിൽ വായിൽ നിന്ന്. ഇന്നേ വരെ എന്നെ ഇഷ്ടമാണെന്നുള്ളത് തുറന്ന് പറഞ്ഞിട്ടില്ല. ഈ നിമിഷം അവൾ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ശ്രീനാഥ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും വർഷ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീയാണ് കാണുന്നത്, കണ്ണടച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രീയാണ് കണ്ണ് തുറക്കുമ്പോൾ മുന്നിൽ കാണുന്നത് വിവേകാണെങ്കിലും ഞാനിപ്പോൾ വരാം, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പ്രസാദം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിവേക് അങ്ങോട്ട് മാറിപ്പോകുന്നു സന്തോഷം കൊണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രീ ആണ് കാണുന്നത് കേട്ടോ. കാണുന്ന സമയത്ത് വർഷ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. താൻ എത്രയോ ആഗ്രഹിച്ച ശ്രീയേട്ടൻ തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ വിവേകിനോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയുകയും ചെയ്തു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അയാളെ ഒരിക്കലും കൈവിടില്ല എന്ന് അയാൾക്കും വാക്ക് കൊടുത്തു. ശ്രീയേട്ടനോടാണെങ്കിലോ എനിക്ക് എത്രമാത്രം കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീയേട്ടൻ എനിക്ക് ഉപേക്ഷിക്കാനും സാധിക്കില്ല എന്ന മട്ടിൽ തന്നെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം കൈവിട്ടു പോയി ആ വാക്കുകളെല്ലാം തന്നെ. അപ്പോഴത്തേനും ശ്രീ ആണെങ്കിലോ ഇവർ രണ്ടുപേരുടെയും സ്നേഹം കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കണം. കാരണം ഇനി ഒരിക്കലും വർഷയെ തനിക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് ശ്രീ. എന്നാലും തൻ്റെ വർഷയെ ഒരു നോക്ക് കാണാനായിട്ട് ആ ഒരു പാവം ശ്രീ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ശ്രീയേട്ട എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ വർഷ. അപ്പോൾ ശ്രീയേട്ട ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? എന്താ ശ്രീയേട്ടന് സംഭവിച്ചത്? ഒരിക്കലും ശ്രീയേട്ടൻ തിരിച്ചു വരുമെന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടും ഞാനത് ഉൾക്കൊണ്ടിട്ടില്ല. ഇന്നേ വരെ ശ്രീ തിരിച്ചു വരും തന്നെയാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീയേട്ടന് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ ദിവസവും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് എന്ന രീതിയിൽ തന്നെ വർഷ പറയുന്നു. അപ്പോഴത്തേനും ശ്രീക്കൊന്നും പറയാനില്ല. വർഷ, നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നീ ഇവിടെ കൊച്ചിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിന്നത്.
പിന്നെ നിനക്കൊരു നല്ല ജീവിതം കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ശ്രീയേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, നിനക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിയുകയും ചെയ്തു. പിന്നെ താനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തൻ്റെ ഈ കമ്പനിയിലെ പുതിയ മാനേജർ ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നേരിട്ട് കാണാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ ശ്രീയേട്ടൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ, ഇവിടെ ഉണ്ടായിരുന്നോ, എനിക്കറിയില്ലായിരുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും തനിക്ക് ഞാൻ മുഖം കൊടുക്കാതിരുന്നതാണ്. താൻ ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് നേരത്തെ അറിഞ്ഞതാണെന്ന് പറയുന്നു. ആ സമയത്ത് വർഷ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? തൻ്റെ കൺമുന്നിൽ ഈ ശ്രീയേട്ടൻ ഉണ്ടായിട്ട് പോലും തനിക്ക് ശ്രീയേട്ടനെ കാണാനോ സംസാരിക്കാനോ സാധിച്ചില്ല എന്ന രീതിയിലാണ് കേട്ടോ. വർഷയോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. തൻ്റെ ഈ പുതിയ ജീവിതത്തിൽ ഞാനൊരു ബാധ്യതയായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് സംസാരിച്ചിട്ട് നേരെ പോവാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിവേകാണെങ്കിലോ അവിടെ നിന്ന് എല്ലാം തന്നെ കാണുന്നുണ്ട്. കാരണം ഇതാരാണ്, ശ്രീനാഥാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ വിവേക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീക്ക് അതുപോലെ വർഷയോടുള്ള സ്നേഹം എത്രമാത്രമാണെന്നുള്ളത് ആ ഗോൾഡ് കോയിന് വെച്ചത് അപ്പോൾ ശ്രീനാഥ് തന്നെയാണോ വർഷയ്ക്ക്? അപ്പോൾ മനസ്സിലാക്കാവുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം വർഷയെ കാണാൻ തന്നെയാണ് അയാൾ, ആ ഒരു അപരിചിതൻ അവിടെ വന്നത്. അത് മറ്റാരുമല്ല, അത് ശ്രീനാഥ് തന്നെയാണ്. ഇപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവളോടുള്ള അഗാധമായ പ്രണയം തന്നെയാണ് ഇതിനൊക്കെ കാരണമായതെന്ന് വിവേക് മനസ്സിലാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ വർഷയ്ക്കാണെങ്കിലോ വിവേകിനെയും വേണം, അതുപോലെ ശ്രീയെയും വേണം. ആരെയും വെറുപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഒരുപാട് സ്നേഹിച്ച ഒരാളാണ് ശ്രീ. ഇപ്പോൾ തനിക്കൊരു ജീവിതം തരാൻ ആഗ്രഹിക്കുന്നതും വിവേകും തന്നെയാണ്. രണ്ടുപേരെയും അങ്ങനെ പെട്ടെന്ന് തന്നെ തള്ളി പറയാനും വർഷയ്ക്ക് സാധിക്കുന്നില്ല കേട്ടോ. ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ വിവേക് ഈ ഒരു സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ശ്രീയുടേതായിട്ടുള്ള വർഷയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി വിവേക് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം 6 മാസത്തിനുള്ളിൽ വിവേക് പറഞ്ഞിട്ടുണ്ട്, ശ്രീ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വർഷയ്ക്ക് വിവേകിൽ നിന്ന് തന്നെ ശ്രീയുടെ അടുത്തേക്ക് പോകാമെന്നുള്ളത്. അപ്പോഴത്തേനും വർഷയുടെ ഈ തീരുമാനമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അങ്ങനെ ശ്രീ വർഷയോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് താൻ എവിടെയാണ് താമസിക്കുന്നതൊക്കെ ആദ്യമേ അറിയാമായിരുന്നു. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ആ ഗോൾഡ് കോയിൻ ഞാൻ തന്നെയാണ് അവിടെ വെച്ചതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ വർഷ ആകെ ഞെട്ടുന്നുണ്ട്. ശ്രീയേട്ടനാണോ? പക്ഷേ അത് അഭിരാമിക്ക് ആരോ വെച്ചതാണെന്നാണല്ലോ പറഞ്ഞത്. അബി ഒരു വക്കീലാണ്, മാത്രമല്ല അവളെ എനിക്ക് ആദ്യമേ പരിചയമുണ്ടെന്ന് പറയുന്നു. അതിലൂടെ തന്നെയാണ് നമുക്ക് വർഷയെ ഞാൻ കണ്ടെത്തിയതും എന്നും പറയുന്നുണ്ട് കേട്ടോ. അബിക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു. തീർച്ചയായും അബിക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു. ഞാൻ അവിടെ വന്നതൊക്കെ അബി അറിഞ്ഞിട്ടുള്ളതാണെന്ന് പറയുന്നു. തനിക്ക് കൈനീട്ടമായിട്ട് എനിക്കത് തരണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ തന്നത്. തന്നോടുള്ള സ്നേഹവും ഒക്കെയാണ് അതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വർഷ ആകെ ഞെട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. കാരണം പൊട്ടിക്കരയാതെ വേറെ നിവർത്തിയില്ല. സ്ത്രീയുടെ ആ സ്നേഹം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് വർഷ, കാരണം നമ്മൾ ഒരുപാട് വൈകിപ്പോയി കാണാനും ഒക്കെ. കാരണം ഇന്ന് നിൻ്റെ ജീവിതത്തിൽ വേറൊരാൾ വന്നിട്ടുണ്ട്, അയാൾ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന രീതിയിൽ തന്നെയാട്ടോ ശ്രീനാഥ് പറയുന്നത്. അപ്പോഴത്തേനും ഇതും വിവേക് കാണുന്നുണ്ട്. സ്ത്രീയുടെ ഈ വിട്ടുകൊടുക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അത് ഏറ്റവും വലുതാണെന്ന്. പക്ഷേ വിവേകാണ് ഇനി തീരുമാനം എടുക്കേണ്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് വരുന്ന എപ്പിസോഡിലൂടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പുതിയ വിശേഷം കഴിയുന്നത്.